നമസ്കാരം. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഒരു വീട്ടിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏവരും. മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒരു വീട്ടിൽ ഉണ്ടായാൽ ആ വീട്ടിൽ അത് ഉയർച്ചയ്ക്കും സൗഭാഗ്യങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളതാണ്. ആ വീടുകൾ നാൾക്ക് നാൾ ഉയരുകയും സമാധാനവും സന്തോഷവും ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. മഹാലക്ഷ്മി ദേവി വസിക്കുന്ന ചില പ്രധാനപ്പെട്ടതായ വസ്തുക്കളുണ്ട്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ ഇവ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ പോലും അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതുമാണ്. എന്നാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഈ വസ്തുക്കൾ തീർച്ചയായും ശരിയായ രീതിയിൽ അത് നിങ്ങൾ പരിപാലിച്ചില്ല എങ്കിൽ, ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് മഹാലക്ഷ്മി കോപത്തിന് കാരണമായി തീരും എന്നുള്ളതാണ്. അത് ആ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം പോലും ആ വീടുകളിൽ നിന്നും നഷ്ടപ്പെടുവാൻ കാരണമായി തീരും എന്നുള്ളതാകുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചാണ്, അഥവാ ആ വസ്തുക്കളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയുടെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അമ്മയെ ഒരു നിമിഷം ഏവരും വന്ദിക്കുക. ആദ്യത്തെ വസ്തുവായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അരി തന്നെയാണ്. അന്നപൂർണേശ്വരി തന്നെയാണ് അരി. ഐശ്വര്യ ലക്ഷ്മിയാകുന്നു, അഥവാ ഐശ്വര്യ ലക്ഷ്മിയുടെ പ്രതീകം തന്നെയാണ് അരി. അതിനാൽ തന്നെ അരിയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ആ വീടുകളിൽ, അഥവാ ഏതൊരു വീട്ടിലും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാകുന്നു. അരി വീടുകളിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ്. ഒരിക്കലും അരി കഴിയുവാനായി നിൽക്കരുത്. അതായത് കഴിഞ്ഞതിന് ശേഷം വാങ്ങുന്നതിനേക്കാൾ ആ അരി പകുതിയാകുമ്പോൾ തന്നെ വാങ്ങി നിറയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം. പ്രത്യേകിച്ചും ഒരു പാത്രത്തിന്റെ, അഥവാ അരിപാത്രത്തിന്റെ 1/4 ഭാഗം ആകുമ്പോൾ തന്നെ അരി വീണ്ടും വാങ്ങണം എന്നാണ് പറയുക. എപ്പോഴും അരി വീടുകളിൽ നിറഞ്ഞിരിക്കുന്നത് ആ വീടുകളിൽ ഐശ്വര്യ വർധനവിന് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. അപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ അരി നിങ്ങൾ എടുക്കുമ്പോൾ അത്രമേൽ ശ്രദ്ധ പുലർത്തണം. ഒരിക്കലും തറയിൽ വീഴരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുവായതിനാൽ തന്നെ ഇവ താഴെ വീഴുന്നത് ദോഷകരമാണ്. എന്നാൽ പ്രത്യേകിച്ചും ഇവ ചവിട്ടുന്നത് അതീവ ദോഷകരവുമാണ്. അതിനാൽ അരിക്ക് എപ്പോഴും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു വസ്തു മഞ്ഞളാണ്. മഞ്ഞളിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ. അതിനാൽ മഞ്ഞൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലം നൽകും എന്നുള്ളതാണ്. പോസിറ്റീവായ ഊർജത്തെ വീടുകളിലേക്ക് കൊണ്ടുവരുവാനും നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുവാനും മഞ്ഞളിന് സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ തന്നെ പൂജാമുറിയിൽ മഞ്ഞൾ വയ്ക്കുന്നതും അടുക്കളയിൽ സൂക്ഷിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഇവ വീടുകളിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഒരിക്കലും ഇവ താഴെ വീഴരുത് എന്നുള്ളതാണ്. ഇപ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. പ്രത്യേകിച്ചും മഞ്ഞൾ ചവിട്ടുന്നത് ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യവും ഓർക്കുക. പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇവ സൂക്ഷിക്കുന്നതിനേക്കാൾ ഇവ ചില്ല് പാത്രത്തിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തീർച്ചയായും ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. മറ്റൊരു പ്രധാനപ്പെട്ടതായ വസ്തു പണമാണ്. ഏവർക്കും അറിയാം, മഹാലക്ഷ്മി തന്നെയാണ്, അഥവാ ലക്ഷ്മി തന്നെയാണ് പണം.
അതിനാൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പണം എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പണം എപ്പോഴും വൃത്തിയോടെ തന്നെ സൂക്ഷിക്കണം. കൂടാതെ പണം ആദരവോടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അഥവാ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും പണത്തോട് അനാദരവ് കാണിക്കരുത്, അല്ലെങ്കിൽ അലക്ഷ്യമായി നിങ്ങൾ പണം വയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. നോട്ടിന്റെ മൂല്യം വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, ഒരിക്കലും പണം അലക്ഷ്യമായി വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. അലമാരിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി പണം സൂക്ഷിക്കുന്ന ഇടത്ത് തന്നെ പണം വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പണം ഒരിക്കലും പേഴ്സിൽ, അതായത് വൃത്തിഹീനമായ പേഴ്സിൽ സൂക്ഷിക്കരുത് എന്നുള്ളതാണ്. കൂടാതെ പേഴ്സിൽ ഒരിക്കലും ഒരു നാണയമെങ്കിലും ഇല്ലാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കണം. അതിനാൽ തീർച്ചയായും പണവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പണം അത് അലക്ഷ്യമായി സൂക്ഷിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. കൂടാതെ കുങ്കുമത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. കുങ്കുമം ഒരിക്കലും നിങ്ങൾ അലക്ഷ്യമായി സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു അല്പം കുങ്കുമമെങ്കിലും നിങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. മഹാലക്ഷ്മി പ്രതീകം കൂടിയാണ് കുങ്കുമം. അതിനാൽ കുങ്കുമത്തിന് അർഹിക്കുന്നതായ പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഏവരും നിത്യവും അണിയുന്നത് ഏറ്റവും ശുഭകരമാണ്. അതായത് കുങ്കുമം നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും കണ്ണീർ ദോഷം, ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ ഏൽക്കാതിരിക്കുവാൻ ഉത്തമമാണ് എന്നാണ് പറയുക. പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് കൊണ്ടുവരുന്നതായ കുങ്കുമം, അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലെ കുങ്കുമം വീടുകളിൽ അല്പം കൊണ്ടുവന്ന് നിത്യവും അവ അണിയുന്നത് നെഗറ്റീവായ ഊർജങ്ങളുടെ പ്രഭാവം കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ ഒഴിവായി പോകുന്നതിന് ഉത്തമമാണ് എന്നുള്ളതാണ്. നെഗറ്റീവായ ഊർജം ഒരിക്കലും അടുക്കില്ല എന്നുള്ളതാണ്. അതിനാൽ കുങ്കുമം അണിഞ്ഞിരിക്കുന്ന, ധരിച്ചിരിക്കുന്നതായ വ്യക്തിയുടെ അടുത്തേക്ക് നെഗറ്റീവ് ഊർജം അടുക്കില്ല എന്നാണ് പറയുക. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ ഇവ സൂക്ഷിക്കണം എന്നുള്ളതാണ്. വൃത്തിഹീനമായി സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം. അതിനാൽ ഏറ്റവും ഉത്തമം പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്. പൂജാമുറിയിൽ തന്നെ അതിനാൽ സൂക്ഷിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ശുദ്ധിയുള്ള മറ്റൊരിടത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതുമാണ്. മറ്റൊരു വസ്തു ഉപ്പാണ്. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുക്കളിൽ ഒന്നാണ് ഉപ്പ്. കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ് വീടുകളിൽ ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തമമാണ്. നെഗറ്റീവായ ഊർജങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ വസ്തുക്കളിൽ ഒന്നുകൂടിയാണ് ഉപ്പ്. നെഗറ്റീവായ ഊർജത്തെ ആകർഷിക്കുവാനും അവ ശരിയായ രീതിയിൽ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും പകരം പോസിറ്റീവായ ഊർജത്തെ ആ വീടുകളിലേക്ക് പ്രദാനം ചെയ്യുവാനും ഉപ്പിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഉപ്പ് അപ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഉപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താഴെ അതിനാൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാൽ ശുദ്ധിയോടെ തന്നെ ഉപ്പ് സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിച്ച വസ്തുക്കൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കേണ്ടതും ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഓരോ വീടുകളിലും മഹാലക്ഷ്മി കടാക്ഷം, ചൈതന്യം വർദ്ധിക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.